ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് കീഴിൽ വന്നിരിക്കുന്ന ഡിപ്ലോമ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്ഥിര ജോലി അവസരത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത്. ജോബിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനായി വീഡിയോ അവസാനം വരെ കാണുക. ഡെയിലി ജോബ് അലേർട്സ് ലഭിക്കുന്നതിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് കീഴിൽ വന്നിരിക്കുന്ന പെർമനന്റ് വാക്കൻസികളാണ്. 12 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സീനിയർ ഷിഫ്റ്റ് ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റ് ആണ്. ഈ സെയിം പോസ്റ്റിൽ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണ്. അത് മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ ആകുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. എല്ലാത്തിലും 60% ആണ് മാർക്സ് പറയുന്നത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിനകത്ത് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ഏതൊക്കെ ഡിസിപ്ലിനിലാണെന്നുള്ളതും ഇവിടെ ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. ഡ്രാഫ്റ്റ്മാൻ, ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനിയിലൊക്കെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രെയിനിങ്ങും ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എല്ലാത്തിൻ്റെയും എക്സ്പീരിയൻസ് സെയിം തന്നെയാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിനകത്ത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് സിവിൽ ആണ് വന്നിരിക്കുന്നത്. സിവിലും ഇൻസ്ട്രുമെന്റേഷനും വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ഇവിടെ വരുന്നുണ്ട്. സിവിലാണ് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമയാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആയാൽ മതിയാവും. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിന് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ പോസ്റ്റിലേക്ക്, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അടുത്ത് വരുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ലബോറട്ടറി അസിസ്റ്റന്റിനകത്ത് മെക്കാനിക്കൽ പോസ്റ്റ് ഉണ്ട്, കെമിക്കൽ പോസ്റ്റും വരുന്നുണ്ട്. ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി കെമിക്കൽ ആണെങ്കിൽ അവിടെ BSc കെമിസ്ട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും 60% മാർക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ എക്സ്ട്രാ പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. 4 വർഷത്തെ എക്സ്പീരിയൻസും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത് വരുന്നത് സ്റ്റോർ കീപ്പർ പോസ്റ്റ് ആണ്. സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രാജുവേറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. അല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് അല്ലെങ്കിൽ സയൻസ് ഓർ കൊമേഴ്സ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇതിൽ ഏതിലെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, 60% മാർക്ക് ഉണ്ട്, 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടില്ല. ആപ്ലിക്കേഷൻ നാളെയാണ് ലൈവ് ആവുന്നത്. 26 ഡിസംബറിന് ലൈവ് ആവും. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന തീയതി 12 ജനുവരി ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ വാക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ പോസ്റ്റിനകത്തും എത്ര വാക്കൻസീസ് ഉണ്ടെന്ന് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ, OBC, SC, EWS വാക്കൻസീസ് ഒക്കെയാണ് വരുന്നത്. ടോട്ടൽ 132 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പേ സ്കെയിൽ വരുന്നത് W7 ആണ്. അസിസ്റ്റന്റ് മാത്രമാണ് W6 പേയ്മെന്റ് വരുന്നത്. W6 എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. 22,500 മുതൽ 73,750 ആണ് W6 എന്ന് പറയുന്നത്. W7 ആണെങ്കിൽ 73,500 മുതൽ 77,000 രൂപ വരെയാണ് സാലറി ഉണ്ടായിരിക്കാം. ഇതിനകത്ത് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. അതായത് 13 ജനുവരി 1991 ശേഷം ജനിച്ചവർക്കോ ആ ദിവസത്തിലുള്ളവർക്കോ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതിൽ OBCക്കാർക്ക് 3 വർഷത്തെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ PWDക്ക് ഒക്കെ തന്നെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്.
ആൻഡ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 2 ഫേസാണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും രണ്ടാമത് പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിന് ഉണ്ടായിരിക്കുക നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫേസ് 1-നകത്ത് 70 മാർക്ക് 75 മിനിറ്റ് ഡ്യൂറേഷനുള്ള എക്സാമിനേഷൻ ആയിരിക്കും. രണ്ടാമത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് 100 മാർക്കിന് 30 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ്. ടോട്ടൽ 100 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് ഇതിനകത്ത് ദെൻ ക്വസ്റ്റ്യൻസ് ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അതിന് ഈ ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷിനൊക്കെ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അത് ഉപയോഗിച്ച്. അതിനിവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ടൈമും കാര്യങ്ങളും ഒക്കെ കാണാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് വിത്തൗട്ട് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ, ഹാവിങ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ അല്ലാണ്ട് ബിടെക്കോ MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഹയറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് എക്സ്പീരിയൻസ് എത്ര ദിവസത്തിന് ഏതൊക്കെ ഡേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനാണ് അന്ന് സ്കിപ്പ് ചെയ്യുന്നത്. അതിന് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇതിൽ SC ST അതുപോലെ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. കൂടാതെ സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും PWD കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. ആ ബ്ലോഗിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ ഡെയിലി ജോബ് അലേർട്ട്സ് ലഭിക്കുന്നതിനായി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലുള്ള ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ മെമ്പർഷിപ്പ് കൊടുക്കാനാണ്. അപ്ലൈ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് അല്ല. നാളെ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് അപ്ലൈ ലിങ്ക് നമ്മൾ ആക്റ്റീവ് ആക്കുന്നതായിരിക്കും. അതിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് അലേർട്ട്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്